എല്ലാവരും അരിപ്പൊടി വെച്ചിട്ടല്ലേ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് റവ വെച്ചിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കാം. ഞാനിത് ഒരു ഗ്ലാസ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് നിറച്ചില്ല കേട്ടോ, ലേശം കുറവുണ്ട്. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ 2 ഗ്ലാസ് വെള്ളം അളന്ന് വെച്ചേക്കുകയാണ്. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ. പിന്നെ നമുക്ക് തീ വെച്ച് കൊടുക്കാം. വെള്ളം തിളക്കട്ടെ. വെള്ളം നമ്മൾ തിളച്ചിട്ടുണ്ട്. നമുക്ക് റവ ഇട്ട് കൊടുക്കാം. കട്ടയിട്ട് വരും. തീ ഫുള്ളിൽ തന്നെ വെച്ചേക്കണം. വെള്ളം വറ്റി വരുന്നുണ്ട്. പരുവത്തിനായിട്ടുണ്ട്. കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. കൈവച്ച് നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. ചൂടിച്ചിരി കുറയുമ്പോൾ മാവ് കുഴച്ച് വെച്ചു. പിന്നെ ഇത് ഞാൻ പീര ഉണ്ടാക്കി വെച്ചു. ഇതിനകത്ത് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബോൾ പിടിക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് മൈദ ഉണ്ട്. ഇച്ചിരി മൈദ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ റവയുടെ കൂടെ. ഞാനിപ്പം മൈദ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ അരിപ്പൊടി. നമ്മുടെ ബോളെല്ലാം ഇവിടെ റെഡിയായി. ചട്ടി അടുപ്പത്ത് വെച്ച് ഇതേ വെള്ളം തിളച്ചു. നമുക്കിനി വെച്ച് കൊടുക്കാം. നമ്മുടെ കൊഴുക്കട്ട വെന്തോന്ന് നോക്കാം. നമ്മുടെ കൊഴുക്കട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമ്മുടെ കൊഴുക്കട്ട, റവ വെച്ചുള്ള കൊഴുക്കട്ട നമുക്കൊന്ന് നോക്കാം. നല്ല സോഫ്റ്റാണ്, അടിപൊളിയാണ്. ഇത് നല്ല സോഫ്റ്റായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.